മാഡം ഇന്നലെ പുറത്ത് പോയിട്ട് നേരം വൈകിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി പുറത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫിറോസിൻ്റെ ചാവി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നോടടുത്ത് ഗ്യാരേജിൽ കയറ്റിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി എടുത്ത് ഗ്യാരേജിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് പിന്നെ രാജേഷിൻ്റെ മാഡത്തിന് ലീവ് ആയതുകൊണ്ട് മദർസയ്ക്ക് രാജേഷ് പോകാമെന്ന് പറഞ്ഞു. എനിക്കെന്ന് വെച്ചാൽ മാഡത്തിനെ ഈ ആസ്മാലിലാക്കി കൊടുക്കണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ തന്നെ മാഡത്തിൻ്റെ അനിയുണ്ട്. അനിയൻ്റെ വീട്ടിലേക്ക് റത്തപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ മാഡത്തിനെ ഈ ആസ്മാൽ കൊണ്ടിറക്കി വിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ മാഡത്തിൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോയി. അതും യാസിൽ തന്നെയാണ്. പിന്നെ ഇവിടെ എന്ത് പണി വന്നാലും ഞാൻ തന്നെ ഓടണം. ചെറിയൊരു ഓൾ ഇന്നോളായിട്ടപ്പോൾ ഞാൻ നിൽക്കണം ഇവിടെ. എല്ലായിടത്തും ഡ്രൈവർമാരുണ്ട്, പക്ഷെ അവർക്കൊന്നും ആ പണി വരില്ല. ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് തന്നെ കിട്ടാറ്. അങ്ങനെ അവിടുന്ന് കൊടുത്ത് നേരെ അവിടെ നിന്ന് തന്നെ മാഡത്തിൻ്റെ മോനുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഗെയിം സെൻറ്ററിലാക്കി കൊടുക്കാൻ പറഞ്ഞു. അവിടുന്ന് ഗെയിം സെൻറ്ററിലാക്കി കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വഴിക്ക് പെട്രോൾ അടിച്ച്. പിന്നെ ഈ വണ്ടിക്ക് എന്തായാലും പൊട്ടിലും തേങ്ങ ഇടുന്ന പോലെ ഇടക്കിടക്ക് പെട്രോൾ അടിക്കണം. 2 ദിവസം കൂടുമ്പോൾ എന്തായാലും പെട്രോൾ അടിക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെത്തി കിച്ചണിൽ കയറിയാകുമ്പോൾ രാജേഷും ഫിറോസും കിച്ചണിലുണ്ട്. ഫിറോസ് ബാബാക്കളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അവരായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയിൽ മാഡം വിളിച്ച് വർക്ക് കഴിഞ്ഞ് പറഞ്ഞിട്ട് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓഫീസിൽ എത്തിയപ്പോൾ മാഡത്തിന് വിളിച്ചപ്പോൾ മാഡം പറഞ്ഞു 1 അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണമെന്ന്. കേട്ടപ്പോൾ കുറച്ച് ദേഷ്യം തോന്നിയാലും പിന്നെ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല, നമുക്ക് ശമ്പളം തന്നെ ഫൈനാണല്ലോ. അങ്ങനെ മാഡത്തിനെ വീട്ടിലിറക്കി വിട്ടിട്ട് ഞാൻ നേരെ പച്ചക്കറിയുടെയൊക്കെ പോയി. അവിടെ പൈസ കൊടുക്കാണ്ടായിരുന്നു മുന്നത്തെ, അത് കൊടുക്കാൻ പോയി. പിന്നെ അപ്പുറത്ത് തന്നെ ഒരു മാളുണ്ട്, അപ്പോൾ അവിടെ കയറി തൊപ്പി നോക്കാമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയാൽ ചെറിയ കുട്ടികൾ തൊപ്പിയാണ്. അപ്പോൾ എടുത്തില്ല. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് അലക്കാണ്ടായിരുന്നു, അത് അലക്കാൻ നിന്ന്. അപ്പോൾ ഇന്നത്തെ ഏതാണ്ടൊക്കെ തീരുമാനമാക്കണം, ബാക്കി നാളെ നോക്കാം.